മറ്റൊരു വാർത്തയിലേക്ക്. വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി താമരശ്ശേരി രൂപത ഇന്ന് പ്രദർശിപ്പിക്കില്ല. വൈകിട്ട് ചേരുന്ന KCYM രൂപത യോഗത്തിന് ശേഷം തീരുമാനമെടുക്കും. പ്രദർശനവുമായി ബന്ധപ്പെട്ട വിവാദം ഒഴിവാക്കാനും രൂപത നിർദ്ദേശം നൽകി. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്തോ രൂപതയ്ക്കൊരു മനംമാറ്റം എന്നാണോ കാണേണ്ടത്? ഇത് KCYMക്ക് ഒരു മനംമാറ്റത്തിനൊരു നിർദ്ദേശം രൂപത നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം KCYM ആണ് നേരത്തെ ഇന്ന് മുതൽ പ്രദർശനം നടത്തും, എല്ലാ യൂണിറ്റ് അടിസ്ഥാനത്തിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് KCYM നേതൃത്വം പറയുന്നത് ഞങ്ങൾ ഈ പ്രദർശനം സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിന് ശേഷം എടുക്കും. ഇന്ന് അങ്ങനെ കൂട്ടായ രീതിയിലൊരു പ്രദർശനം ഉണ്ടായിരിക്കില്ല. യൂണിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായി പ്രദർശിപ്പിക്കും എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതായത് നേരത്തെയുള്ള തീരുമാനത്തിൽ നിന്ന് KCYM പിറകോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം താമരശ്ശേരി രൂപതയിൽ നിന്ന് KCYMക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദ ചിത്രം പ്രദർശിപ്പിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വ് പ്രകടമാക്കേണ്ടതില്ല എന്നോ ഒരു വിവാദത്തിന് നിൽക്കേണ്ടതില്ല എന്നോ തരത്തിലുള്ളൊരു നിർദ്ദേശം KCYMക്ക് താമരശ്ശേരി രൂപതയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ സംഘടിതമായി KCYMയുടെ നേതൃത്വത്തിലുള്ള സിനിമാ പ്രദർശനം വേണ്ട എന്നുള്ളത് തന്നെയാണ് താൽക്കാലികമായ തീരുമാനം. അത് KCYM പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് അവർ പറയുന്നത് ഇന്ന് പ്രദർശനം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് താമരശ്ശേരിയിൽ ബിഷപ്പ് ഹൗസിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുക. ഏതായാലും നേരത്തെ കേരള സ്റ്റോറിയുടെ ഉള്ളടക്കം പോലും പരസ്യമായി അംഗീകരിച്ചുകൊണ്ട്, ഉള്ളടക്കത്തെ പോലും അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയ KCYM ഇപ്പോൾ പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പിറകോട്ട് പോകാനുള്ള കാരണം താമരശ്ശേരി രൂപത ഇക്കാര്യത്തിലെടുത്ത നിലപാടാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.